ഇപ്പം സാറിൻ്റെ റിട്ടേൺസിലൊക്കെ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1% ഓഫ് ദ പ്രോഡക്ട്സേ റിട്ടേൺസ് വരുന്നുള്ളൂ ബിക്കോസ് ഓഫ് ഡിഫെക്ട്സോ എന്തെങ്കിലും റീസൺ കൊണ്ട്. ഒരു കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ ബോൾഡ് ഡിസിഷൻസ് ദാറ്റ് യു ടുക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്യാറില്ല. നോർമലി എൻ്റെ കുഞ്ഞിന്, ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളത് തന്നെ, എൻ്റെ കുഞ്ഞിന് എന്താണോ വേണ്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ബെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഡക്റ്റാണ് നോർമലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വളരെ നിസ്സാര കേസാണ്. ഇപ്പോൾ ഒരു ബ്ലൂ കളറ്, അത് നോർമലി ആൾക്കാർ നോക്കിയാൽ മനസ്സിലാവില്ല, അത് ചിലപ്പോൾ ഒരു ഫെയ്ഡായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആ പ്രൊഡക്റ്റ് ഒരു കാരണവശാലും ഞാൻ മാർക്കറ്റിലേക്ക് ഞാൻ വിടാൻ, അത് ഞാൻ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. എപ്പോഴും ഞാൻ സപ്ലയറോട് പറയും, എൻ്റെ ഫാബ്രിക് സപ്ലയർ ആണെങ്കിലും ട്രിം സപ്ലയർ പറയും, എപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും അത് ഞാൻ റിജക്റ്റ് ചെയ്യുന്നില്ല. ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ നോർമലി യാൺ എടുക്കുന്നതും ഡൈ ചെയ്യുന്നതും എല്ലാവരോടും അങ്ങനെ ഒരു എഗ്രിമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞത് അവിടെ ഒന്നിനും പ്രഷറില്ല. ഇവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി, നമ്മൾ ഒരു ടാർഗറ്റും, എവിടെ ആർക്കും ടാർഗറ്റ് ഒന്നുമില്ല. സെയിൽസിനും എല്ലാവരും നമ്മളെല്ലാവരും ഒരു റിലാക്സായി ഞാനെപ്പോഴും പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ അതാ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഷോപ്പ് കീപ്പർ കൊണ്ടുപോയിട്ട് മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോപ്പീസ് അന്വേഷിച്ചാൽ പോപ്പീസ് ഒരു ഷോപ്പ് കീപ്പറും നീ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, നീ ഇത്ര ടാർഗറ്റ് എടുക്കണം, ടാർഗറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്.